ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ഞാൻ തീം എടുത്തിട്ട് രണ്ടാമത്തെ ഫേസ് പാക്ക്. അപ്പോൾ രണ്ടാമത്തെ ഫേസ് പാക്ക് പറയണതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ഫേസ് പാക്കും ബാത്ത് പൗഡറും കാണിച്ചു. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ട് തന്നെ 5 ദിവസമായി കേട്ടോ. എന്നുവെച്ചാൽ വീഡിയോ ഇട്ടിട്ട് 5 ദിവസമായി. ആ പാക്ക് കഴിഞ്ഞിട്ട് അടുത്ത പാക്കിൻ്റെ റിസൾട്ടിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതെൻ്റെ സ്കിന്നിൽ ഓക്കെ ആണോ എന്ന് ഒന്നറിയണമല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാം, ഒരു ബ്രൈറ്റ്നിങ്, ചെറിയ വൈറ്റ്നിങ്, ചെറിയൊരു ഗ്ലോ, ഇത് മൂന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്കിൻ്റെ റിസൾട്ടാട്ടോ. പാക്കിൻ്റെ മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ബാത്ത് പൗഡറിൻ്റെ റിസൾട്ടും കൂടി ആട്ടോ. ഫുൾ ബോഡി ബാത്ത് പൗഡറിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ കൂടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യണ എല്ലാവരും തന്നെ, ഒട്ടുമിക്ക ആൾക്കാരും തന്നെ പറഞ്ഞു എൻ്റെ ഫേസിൽ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്, ക്ലീനായി, ആ തരിതരിയുള്ള കുഴികളൊക്കെ മാറി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം ഞാൻ തന്നെ കണ്ടുപിടിച്ച പാക്കിൻ്റെ റിസൾട്ടാട്ടോ ഇതെന്ന് പറഞ്ഞു. അപ്പോൾ തരുതേ, ഞാനിപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ടില്ല ഈ കാര്യത്തിലൊന്നും. ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പിന്നെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവാണ് കൂടുതലും വന്നത്. അപ്പോൾ അതെ ഫേസ് നോക്കി. അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എടുക്കണേണ്. അപ്പം നന്നായി നോക്കി ഇന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ആ പാക്ക് ഞാൻ കണ്ടിന്യൂസ് ഇട്ടിട്ടാണ് ഈ റിസൾട്ട് കാണിച്ചത് കേട്ടോ. പാക്കിൻ്റെ മാത്രമല്ല, ബാത്ത് പൗഡറിൻ്റെയും കൂടി ഉണ്ട്, രണ്ടും കൂടി മിക്സ് എന്ന് പറയാം. പാക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. വെച്ചാൽ അത് ഫേസിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു, വാവ്, അത് റിസൾട്ട് തന്നെ കേട്ടോ എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാനിന്നിപ്പോൾ വർക്കിന് പോയി വന്ന് ഫേസ് പോലും വാഷ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ഫ്രഷ്നെസ്, ഇപ്പോൾ 8 മണിക്കൂറത്തെ ഫ്രഷ്നെസ് എനിക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി, കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഓയിലി വന്ന് ഗ്ലോയൊന്നുമില്ല, ഒരു ഇരുളിമ വരുമായിരുന്നു ആ ഓയിലി പ്രൊഡ്യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫേസിൽ തന്നെ. എല്ലാവരും പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ അന്ന് വീഡിയോ എടുക്കാം. ഇപ്പം ഇന്ന് 5 ഡേയ്സ് കഴിഞ്ഞല്ലോ ആ പാക്ക്. അപ്പം ആ പാക്ക് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് പാക്കുകളൊക്കെ മേടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ മുൾട്ടാണി മിൽട്ടി പ്ലസ് ഓറഞ്ച് പൗഡർ. ഇത് രണ്ടും കൂടി സാദാ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നാട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ വീഡിയോ എന്താണെന്നും കാണിച്ചു തരാം. എങ്ങനെയാണെന്നല്ല, ഈ 2 പ്രൊഡക്റ്റുകൾ മാത്രം മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യണ അടുത്ത പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾട്ടാനി മിട്ടി പ്ലസ് ഓറഞ്ച് പൗഡർ എന്നുവെച്ചാൽ ഓറഞ്ച് വലിയ ഉണക്കി പിടിച്ചതൊക്കെ ഞാൻ മേടിക്കും കേട്ടോ. വന്നത് പർപ്പിളിൽ നിന്ന് തന്നെ മേടിക്കുവാണ്. ഗുഡ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഓറഞ്ച് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ്നിങ് ആണ്. എന്ന് വെച്ചാൽ വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വൈറ്റ്നിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മുൾട്ടാനി മിൽട്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡീറ്റാനൊക്കെ മാറി മുഖത്തിലെ സെബത്തെ ആഗിരണം ചെയ്തിട്ട് അതിൽ നല്ലൊരു ഡീറ്റാൻ നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുകയാണ്. അപ്പം അത് നമ്മുടെ അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ വന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല, ഞാൻ ഓയിലി ആകണം, എനിക്കത് ഓക്കെയാണ്. ഞാൻ പിന്നെയും പറയണേ, ഈ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവർക്കും ഓക്കെ ആവില്ല. ചിലവർക്കൊക്കെ കുരുക്കളും കാര്യങ്ങളൊക്കെ വരിക. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ ഫുൾ ഓയിലി സ്കിന്നാണ്, ഫേസ് നന്നായിട്ട് ഓയിലി വരും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നേരെ
ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, വർക്കിന് പോയി വന്നിട്ട് ഫേസ് പോലും വാഷ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഫേസിൽ പുരട്ടി ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫോൾട്ടുകളും കാര്യങ്ങളും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. വീഡിയോ മാക്സിമം കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറയാമല്ലോ, ഞാൻ വൈറ്റനിങ് ഒന്നും പറയണില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ലെന്ന്. പക്ഷേ ഇതെനിക്ക് വൈറ്റനിങ് തന്നെയാണ് കേട്ടോ തന്നേക്കണത്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ വൈറ്റനിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിതിൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഓറഞ്ച് പൗഡർ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചടുത്തുള്ളതാണ്, എല്ലാം റെഡിയാക്കി തന്നെയാണ്. അധികം എടുത്തില്ല, കുറച്ച് ഒരു സ്പൂൺ പകുതിയോളം ഓറഞ്ച് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുൾട്ടാണി മിട്ടി. അത് ഞാൻ പാക്ക് പൊട്ടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ചെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തു. റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വെറുതെ വാട്ടറിലാട്ടോ എടുക്കുന്നത്. അതിനുശേഷം ഞാനെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരണമല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കണ്ടോ? ഇനി രണ്ടും കൂടി നന്നായിട്ട് ഫൈനായിട്ട് മിക്സ് ചെയ്യണേ. ഇപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, പറയണേനും എടുക്കണേനൊക്കെ. നമ്മൾ തുടക്കക്കാരിയാണല്ലോ. അപ്പം നല്ല ഒരു ഫൈനായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്തിരി കട്ടിപ്പുണ്ട്, അപ്പം അതൊന്ന് മാറ്റണം. അതിനായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതേ നല്ല ഇതുകൊണ്ട് ഞാൻ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട്. ഇത് തേക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഇറിറ്റേഷൻ പോലെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ നല്ല വൈറ്റനിങ്ങും നല്ല ബ്രൈറ്റനിങ്ങും ഗ്ലോയും കിട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് കാണിക്കണേണ്. ആദ്യം ഫേസ് കഴുകാണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാണ്ട് വന്നു. ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം പാക്ക് ഇട്ടു. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിസൾട്ടുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് റിസൾട്ട് 100% ഉണ്ടാകും. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതെ ഗൈസ്, ഞാനിങ്ങനെ ഫേസ് ഉണങ്ങി വീഡിയോ കാണിച്ചതല്ലേ. ഫേസ് ഒരു 30 മിനിറ്റ്സ് വെച്ച് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാട്ടോ കാണിച്ചാൽ. നല്ലൊരു വൈറ്റനിങ്. ഇതിപ്പോൾ ഈ വൈറ്റനിങ് നല്ല വൈറ്റനിങ്. പക്ഷേ ഇതൊന്ന് മുഖം ഒന്ന് ഓക്കെ മോയ്സ്ചറൈസൊക്കെ ചെയ്യുമ്പോൾ ഓക്കെയാണ്. അപ്പം റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് ഞാനൊന്നും ഫേസ് ഒന്ന് ടവൽ വെച്ച് ഒന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫേസ് കഴുകി വന്നതായിട്ട് കാണിച്ചപ്പോൾ ഞാൻ നിങ്ങളെന്തെങ്കിലും റിസൾട്ടിൻ്റെ ഒരു ട്രാക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ പോരെന്നെ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് ഇത് ഉണങ്ങി ഇനി വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെയൊന്നും കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചു. നേരെ വാഷ് ചെയ്തിട്ട് വന്നു. വാഷ് ചെയ്ത് വന്നിട്ടുള്ള റിസൾട്ടാണ് ഇത് കാണുന്നത്. എന്നും ഞാനൊന്ന് ടവൽ വെച്ച് ഒന്ന് മുഖം ഒന്ന് ഓക്കെ ആക്കിയിട്ട് കാണിച്ച് നമുക്ക് ബാക്കി പറയാം കേട്ടോ ഇതിന്. അപ്പോൾ അതേ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, അതെ നല്ലൊരു വൈറ്റനിങ് തന്നെ ഞാൻ പറയുക. എന്നുവെച്ചാൽ എനിക്ക് അതേ കൂടുതൽ പറയാൻ പറ്റണില്ല. അത്രമേ റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ വന്ന ഫേസും നിങ്ങളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫേസും
ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടു. എന്താണ് എൻ്റെ ഫേസിൽ ഞാൻ ഈ ഒരു പാക്ക് ഇട്ടുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അത്രയും അടിപൊളിയാണ്. എല്ലാവർക്കും ഓക്കെ ആവെന്ന് പറയാനുള്ള പിമ്പിൾസും കാര്യങ്ങളും വന്നവരുണ്ടാവും. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ്റണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. എനിക്ക് അത്രമേ പറയുള്ളൂ. ഭയങ്കര ഹാപ്പിയായി ഞാൻ സ്കിൻ കെയർ ചെയ്യും തോറും എനിക്ക് റിസൾട്ട് കിട്ടണ്ടല്ലോ എന്ന് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാടൊന്നും കിട്ടണില്ല. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾ വെച്ചുള്ളൊരു പാക്ക്, രണ്ടാമത്തെ ഫേസ് പാക്കിൻ്റെ റിസൾട്ടാട്ടോ. ഞാനിത് 1 വീക്ക് യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയത്. അത്രമേ എനിക്ക് ഓക്കെ സന്തോഷം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അത്രമേ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി കൺമഷിയൊക്കെ ഒന്ന് നന്നായിട്ട് കളയാനുണ്ട്. ഞാനിപ്പോൾ പോപ്പ് ഷുഗറിൻ്റെ കാജലാട്ടോ. അടിപൊളിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, പോകാൻ തന്നെ പാടാണ്. നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അതാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ റിസൾട്ട്, ഫൈനൽ റിസൾട്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പാക്കൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് വന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.